സ്വാഗതം ചെയ്യുന്നു ബിനു ഹരി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണല്ലേ? അതെ. എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു വേദിയിലെ ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ? ലാസ്റ്റ്. വാട്ട് ഡു യു ഫീൽ? ഇനി ഇവിടെ ചെയ്യാൻ പറ്റൂലല്ലോ എന്നോർത്ത് വിഷമമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും ഗ്രാൻഡ് ഫിനാലെ കിടപ്പുണ്ട് എന്നാലും അല്ലേ? അല്ല, എന്നാലും ഈ പ്ലാറ്റ്ഫോമിലല്ലോ, അത് വിഷമമുണ്ട്. പിന്നെ എനിക്ക് ഇത്രയും റൗണ്ടിൽ എത്താൻ പറ്റിയത്, ഈ സ്റ്റേജിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോന്ന് ചെയ്യാൻ പറ്റിയതിലും വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തോടും അമൃതാട്ടിയോടൊക്കെ വളരെ നന്ദിയുണ്ട് എനിക്ക്. ഇത് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ അല്ലേ? അത് ചോയ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികളെ അല്ലെങ്കിൽ അറിഞ്ഞ പുസ്തകങ്ങളിലെ ലക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും ഏതോ പുസ്തകത്തിൽ നിന്നും ഇഷ്ടപ്പെട്ട കഥാപാത്രം. ആരാണ്? കുറിയേടത്തു താത്രിയുടെ. ഫാന്റാസ്റ്റിക് ക്യാരക്ടർ അല്ലേ? ഒരു കേരള ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളല്ലോ, പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറേയധികം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. എന്താണ് ഈ കുറിയേടത്ത് താത്രിയെ സെലക്ട് ചെയ്യാൻ കാര്യം? കാരണം കുറേ ചോയ്സ് നോക്കിയായിരുന്നു. സാധനം കുറിയേടത്ത് താത്രയുടെ വായിച്ചപ്പോൾ വളരെ വിഷമം. ആരുടെ ചോയ്സാണ് ഈ താത്രി എടുക്കാം എന്നുള്ളത്? എൻ്റെ ചോയ്സും പിന്നെ സാറും പറഞ്ഞു നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. എസ്കിറ്റ് സാറുമാരോ മറ്റു ബന്ധുക്കളൊക്കെ സഹായിക്കുകയാണെങ്കിലും എല്ലാവരും പറഞ്ഞു. സാറിനോടും ചോദിച്ചു, അപ്പോൾ സാറ് നല്ല ചോയ്സാണ്. ചോയ്സ് ബിരുവിൻ്റെ അല്ലേ? അതെ, സന്തോഷം. കാരണം അത്ര ഒരു ചോയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ചോയ്സ്. കാരണം ഇതിൽ ശരിക്കും നടന്ന സംഭവമാണല്ലോ. അപ്പോൾ 1905 ദിനപത്രങ്ങളിലൊക്കെ വന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ താത്രയെ നശിപ്പിച്ച് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്രയോ വീടുകൾ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നതല്ലേ. ഒരു സ്ത്രീക്ക് കുറേ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞിലെ ആയാലും. അതൊക്കെ തകർക്കുന്ന സ്വന്തം വീട്ടുകാരും. അതൊക്കെ ആകുമ്പോൾ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നന്ദൻ എന്ന് പറഞ്ഞ താത്രയുടെ അതാണ് ഇൻസ്പിറേഷൻ. നന്ദൻ എഴുതി അല്ലേ? താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ചെയ്യൂ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എക്കാലം ഓർമ്മിക്കപ്പെടുന്ന അവിസ്മരണീയമായ ഒരു താത്രി അല്ലെങ്കിൽ താത്രയുടെ പുതിയ വേർഷൻ ആയിരിക്കട്ടെ, പ്രേക്ഷക മനസ്സുകളിലേക്കും വായിച്ചു കേട്ട രൂപത്തിനോട് നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, ആരാണെന്ന് അറിയാമല്ലോ. എന്താണ് ചോദിക്കാണോ? അതിനോട് പറഞ്ഞില്ലേ ജയറാമിനോട് എന്ത് ചോദിക്കണോ വരുമ്പോഴേ? ഇല്ല, ചോദിക്കാറില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം. ഞാൻ പെട്ടെന്ന് ഈ വായനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ എവിടെ ചെന്നാലും, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും എവിടെ ചെന്നാലും അവിടെ പുതിയ ബുക്സ് ഉണ്ടെങ്കിൽ എല്ലാം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വല്യച്ഛനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ എഴുത്തുകാരൻ്റെ ബന്ധുവും കൂടി ആയതുകൊണ്ട് ഈ ബുക്കൊക്കെ വളരെ വായനാശീലമുള്ള ഒരാളാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ജന്മത്തിൽ ബുക്ക് വായിക്കാറില്ല ഞാൻ. ഇത് മുഴുവൻ മേടിച്ചുകൊണ്ട് വന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു വലിയ ലൈബ്രറി തന്നെ ഉണ്ട് വീട്ടിൽ, എല്ലാ ബുക്കുകളും വായിക്കും. എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? ഇല്ല, ഞാനൊരു പ്രാവശ്യം സെൻറ്റ് പോൾസ് കോളേജിൽ വന്നിട്ടുണ്ട് പണ്ട്, ഞാൻ പഠിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ഇടിച്ച് പഴിച്ച് കാണാനായിട്ട് ഞങ്ങൾ എവിടെ? കളമശ്ശേരി സെൻറ്റ് പോൾസ്. ഓക്കെ. എവിടെയാണ് വീട് ശരിക്കും? പാലാരിവട്ടം, എറണാകുളം. അതല്ലേ? ഹസ്ബൻഡ് അവിടെ തന്നെ, പാലാരിവട്ടം. കുട്ടികൾ 2 പേരാ. അതല്ലേ? വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ശരിക്കും ദൈവത്തോട് നന്ദി പറയുന്ന പോലെ തന്നെ ഇത്രയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അയക്കാൻ ഭർത്താവിനും കൂടി നമ്മൾ ശരിക്കും തീർച്ചയായും ഭയങ്കര. കാരണം അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞുകൊണ്ടാണ് വരാൻ പറ്റിയതെന്ന്. എനിക്ക് സത്യം ഹരി ആയതുകൊണ്ട് മാത്രം. എൻ്റെ അച്ഛനായ പോലെ എനിക്ക് ഇത്രയും പറ്റില്ല. ഹരി ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ അച്ഛനും എല്ലാവരെക്കാളും ഇൻട്രസ്റ്റ് ഇപ്പം അച്ഛനാ. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ ചെന്ന് കഴിഞ്ഞാൽ വിശേഷമൊക്കെ കേൾക്കാനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കും. ആ ഒരു ചേഞ്ച് ഒരിക്കലും ഇത് കാരണമാണ് എനിക്ക് ഇത്രയും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായത്. ക്ലാസ് ആയിട്ടുള്ള സ്റ്റേജ് കിട്ടുന്നു. പിന്നെ അതേ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യതാണ് ഈ റിയാലിറ്റി ഷോസിലൊക്കെ പാടാനും മറ്റേതും എല്ലാ അവസരങ്ങളും കിട്ടുന്നില്ലേ. എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം ബിനു. വളരെ മാറ്റമില്ലേ കിഷോർ? ചേട്ടാ വളരെ കിഷോർ അതാണ് ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. തകർന്നു പോയി സത്യം പറയാൻ. ബിനു നീങ്ങുന്നില്ല, അവിടുന്ന് അനങ്ങുന്നില്ല. വളരെ സ്റ്റേണായി നിന്ന് വളരെ
കാര്യം മാത്രം പ്രസക്തമായിട്ട് ഒരു വർത്തമാനം ഒരു പറയുന്നു. ഇഞ്ച് മാറിയിട്ടില്ല, ഇല്ല. ഒരു ഇഞ്ച് മാറിയിട്ടില്ല. അതുപോലെ ഞാൻ ഈ താത്രയുടെ ഒക്കെ ചോദിച്ചപ്പോഴത്തേക്കും വർഷം, കാരണം വർഷം എനിക്കും അറിയില്ല. അതൊക്കെ കൃത്യമാണ്. അത് മുതൽ അതെ. പിന്നെ ഒരു ഫേവറേറ്റ് വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അയ്യോ എന്നുള്ള വാക്ക് പറഞ്ഞോ? ഇല്ല, അതൊക്കെ മറന്നുപോയി, അതൊക്കെ പോയി. ഏത് പുസ്തകമാണ് റെഫർ ചെയ്ത? നന്ദൻ. നല്ല നല്ല കഥാപാത്രമാണ്. വളരെയധികം മലയാളിത്തമുള്ള കഥാപാത്രമാണ്. പിന്നെ വളരെയധികം പ്രസക്തിയുണ്ട് ഈ സ്റ്റേജിൽ ഇത് ചെയ്യുന്നതിന്. നല്ല ചോയ്സാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബിനു, ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് വലിയ സ്റ്റേജിലായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് ഈ സ്റ്റേജിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യൂ കേട്ടോ. താങ്ക് ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മത് കള കള ഹംസാഞ്ജിത ഗമനേ. ഞാൻ താത്രി. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? മനസ്സിലായില്ലേ? ഞാൻ കുറിയടത്തു താത്രി. നിങ്ങളുടെ മനസ്സിൽ പല കഥകളുണ്ടാവില്ലേ? എന്നാ ഞാനും പറയാം ചിലത്. നിങ്ങൾ കേൾക്കാത്ത, അറിയാത്ത കുറേ കഥകൾ. നിങ്ങൾക്കറിയോ ഞാൻ ആരായിരുന്നുവെന്ന്? ഒരു പാവം കുട്ടി. എല്ലാ കുട്ടികളെയും പോലെ കളിക്കാനും ചിരിക്കാനും ഒക്കെ അറിയുന്ന ഒരു പാവം കുട്ടി. ഹായ്, നല്ല മണമുള്ള ചക്കര മാമ്പഴം. ഊറ്റി കുടിച്ച് കഴിയുമ്പോൾ കണ്ണനെ ഞാൻ പേര് ചൊല്ലി വിളിക്കും. അവൻ അറിയാതെ വിളി കേൾക്കും. നീ അണ്ടിക്ക് കൂട്ടുപോ കണ്ണാന്ന് പറഞ്ഞ ഒറ്റയേറെ. ആ ബാല്യം കൈവിട്ടു പോയത് എവിടെ വെച്ചായിരുന്നു? കോളാമ്പിപ്പൂക്കൾ, കാവു നിറയെ പൂത്തു നിൽക്കുന്ന കോളാമ്പിപ്പൂക്കൾ. കണ്ണ വീട്, വീട് കണ്ണ വീട്. ദാ നിറയെ പൂക്കൾ. ഒരു പൂവ് എനിക്ക് പൊട്ടിച്ചു തരുമോ കണ്ണ? ഒരു പക്ഷേ ആ സ്പർശനമാവാം, ആ നിശ്വാസമാവാം എന്നെ ബാല്യത്തിൻ്റെ ചാപലിലേക്ക് പിടിച്ചു കയറ്റിയത്. എൻ്റെ കണ്ണ്, കണ്ണ, എൻ്റെ കണ്ണ. കൗമാരത്തിൻ്റെ ചാബല്യങ്ങളിലേക്ക് പിടിച്ചു കയറ്റിയത്. പ്രേമത്തിൻ്റെ, പ്രണയത്തിൻ്റെ, കാമത്തിൻ്റെ കണ്ണുള്ളവൻ. പക്ഷേ രാക്ഷസുകളുടെ ശാപം. ഒരിക്കലും എനിക്ക് കോളാമ്പിപ്പൂക്കൾ ഇറുത്തു തരാനാവാതെ അവൻ്റെ നിശ്വാസങ്ങളിൽ എന്നെ പുളകം കൊള്ളിക്കാതെ എന്നേക്കുമായി പോയി. അവൻ്റെ ഗന്ധമുള്ള കാവിലേക്ക് ഞാൻ ചെന്നു. ഇവിടെ ഇവിടെ അവൻ്റെ ആത്മാവുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കോളാമ്പിച്ചോട്ടിലെ കുറച്ചു മണ്ണെടുത്ത് എൻ്റെ മൂർധാവിലണിഞ്ഞു. സുമംഗലികളുടെ സിന്ദൂരം പോലെ. കീചകൻ, എൻ്റെ കീചകൻ. കോലത്ത് കളിയുണ്ടാകും ദിവസങ്ങളോളം. പച്ച, കത്തി, നളചരിതം, നിറയെ ആളുകൾ, കേളികൊട്ടിൻ്റെ ശബ്ദം, കീചകൻ, അലർച്ച.
പക്ഷെ കോലോത്തിന്റെ ഇരുട്ട് നിറഞ്ഞിടനാഴിയിലെ കീചകനെ തിരിച്ചറിയാൻ എനിക്കായില്ല. പിന്നെ പിന്നെ നിറയെ കീചകന്മാർ കത്തിവേഷങ്ങൾ എന്റെ മേൽ അഷ്ടകലാശം ചവിട്ടുമ്പോൾ അവിടെ എന്നെ രക്ഷിക്കാൻ ഒരു ഭീമനും ഉണ്ടായില്ല. പിന്നെ പിന്നെ എനിക്ക് വാശിയായിരുന്നു. കീചകന്മാരെ കീഴടക്കാനുള്ള സൗന്ദര്യം കൊണ്ടുള്ള വാശി. സൗന്ദര്യം കൊണ്ടുള്ള വാശി. ഒടുവിൽ സ്മാർത്തന്മാരുടെ മുമ്പിൽ വെറുമൊരു സാധനമായി, കുറിയടത്തു താത്രിയായി. അപ്പോഴും കണ്ണ, നീ വലിച്ചെറിഞ്ഞ ഒരു കോളാമ്പിപ്പൂ മാത്രമായി ഞാൻ. വെറുമൊരു കോളാമ്പിപ്പൂ മാത്രം. മദ ഹംസാജിത ഗഹനേ മന്ദിര ഹേതു മമ മഹിതമായി വന്നു മാമക ജന്മവും സഫലമായി ഇന്നു മാമക. ബിനു നന്നായിരുന്നു. ബിനു Thank you, നന്നായിരുന്നു. sir. എന്തായാലും ഞാൻ നന്നായിരുന്നു എന്നുള്ള വാക്കിൽ തന്നെയാണ് തുടങ്ങുന്നത്. അസലായിരുന്നു ബിനു. Thank you. കുറച്ചൊരു റിഹേഴ്സലിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അതിൽ. ഒരു എമോഷണൽ കണക്ഷൻസ് കിട്ടാൻ ബിനു കുറച്ച് പരതുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഐ ഡോണ്ട് നോ, പ്രോബ്ലി എൻ്റെ ഫീലിംഗ് ആവാം. പക്ഷേ ഒരുപാട് നല്ല പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ. ഒന്ന്, എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ വളരെ വളരെ സിമ്പിളായിട്ടാണ് ബിനു ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത്. അത് ഒന്ന്, ഈ കോളാമ്പിപ്പൂക്കൾ കുറച്ച് അവിടെയും ഇവിടെയും വെതറി, ആ വെതറിയത് കൊണ്ട് മാത്രം ഇതിനൊരു അറ്റ്മോസ്ഫിയർ വന്നിട്ടുണ്ട്. രണ്ട്, ഈ കോളാമ്പിപ്പൂവിലൂടെയാണ് നമ്മൾ താത്രി അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളത് ഇവിടെ ഈ വെതറിയിട്ട കോളാമ്പിപ്പൂവിൻ്റെ പ്രസക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, പിന്നീട് അന്നത്തെ പ്രതീകമായിട്ടൊരു മറക്കുടയും. ഒരു പഴയ കാലത്തെ ഒരു പീരിയഡ് സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഹെവി സെറ്റിൻ്റെ ആവശ്യമില്ല, വളരെ ലളിതമായിട്ടാണ് ഇത് ബിനു ഇതിൻ്റെ നാരേറ്റീവ് പറയാൻ ഇതിൻ്റെ സെറ്റും ഇതെല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് ഭാഷ കുറച്ചുകൂടി നമ്പൂരി ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ആൻഡ് ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ഗ്രൂമിങ്. അപ്പോൾ അതിൽ നല്ലൊരു ശ്രമം ബിനുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അതും കൂടി കണ്ടിട്ടുള്ളത് കൊണ്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നു. വല്ലാതെ എനിക്ക് മെക്കാനിക്കലായിട്ട് തോന്നിയത് ആ ചിരിയാണ്. ഡബ്ബിങ്ങിൽ നമ്മളിപ്പം എസ്പെഷ്യലി ഈ പിന്നെ വേറെയുള്ളവർക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഓഫ് ചിരിയുണ്ട്. ആ ചിരിയുടെ താളം ഒന്നായിരിക്കും. അത് മനസ്സിലായി. അത് എല്ലാത്തിലും കണ്ടാലും എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെയാണ് ചിരിക്കുക. ആ ചിരിക്ക് ശേഷം ഒരു ചേഞ്ച് ഓഫ് മൂഡ് വരുന്നുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ഈ അണ്ടിക്ക് കൂട്ടി പോവാ എന്ന് പറഞ്ഞു എറിഞ്ഞു. അതിന് ശേഷമാണ് ഉണ്ണി പുറകെ വന്ന് പിടിക്കുന്നത്. അല്ലേ? ആ പിടിച്ചതിന് ശേഷം ഈ ഒരു മൂഡ് ചേഞ്ചാണ് അവിടെ, ഒരു ഷിഫ്റ്റാണ്. ഈ ഷിഫ്റ്റിന് വേണ്ടി ബിനു ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കോളാമ്പി പൂക്കളാണ്. ദെൻ യു സീ ദിസ്, ഈ കോളാമ്പി പൂക്കളെ കണ്ടു, എന്നിട്ട് പറയുന്നു കോളാമ്പി പൂക്കൾ, അല്ലേ? അതല്ല അടുത്ത ഡയലോഗ്. എന്ന് പറയുന്നു.
അതിന് സമയം കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. അതിന് കുറച്ചുകൂടി സമയം കൊടുക്കായിരുന്നു. ആ രണ്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂഡ്. പിന്നെ നമ്മൾ ആ കാലത്തിലേക്കാണ് വരുന്നത്. അവനും കോളമ്പി പൂ പറിച്ചതെന്നും ആ ഒരു മൂഡിലേക്കാണ് വരുന്നത്. കുറച്ചുകൂടിയും സമയമെടുക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റ്, വളരെ പാസീവായിട്ട് ബിനു ഇവിടെ ഇരുന്നൊരു പോയിൻ്റ്. അതായത് അതിനകത്ത് ഡയലോഗൊന്നുമില്ല. ഇതിങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഈ കഥകളിയുടെ ചെണ്ട തുടങ്ങിയില്ലേ, പദം തുടങ്ങുന്നതിന് മുമ്പ്, അന്നേരം ഇറ്റ് വാസ് ലൈക്ക് എ മാജിക്. മനസ്സിലായില്ലേ? ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് നമ്മൾ ആ ഇല്ലത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് കഥകളി കാണുന്ന താത്രിയുടെ ഒരു മുഖം അതുണ്ടായിരുന്നു. അതിനകത്ത് ഈ കണ്ണൻ്റെ കീചക വേഷം കാണുന്ന താത്രി, അതിൽ കണ്ണനോടുള്ള ശൃംഗാരം, ഇതെല്ലാം ഒന്നും പറയാതെ തന്നെ ഭംഗിയായിട്ട്, വളരെ ഭംഗിയായിട്ട് ഇതിനെ ചെയ്തു. അതേ പറഞ്ഞാൽ ചില സ്ഥലത്ത് നമുക്ക് ഡയലോഗ്സിൻ്റെ ആവശ്യമില്ല. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. വളരെ സൈലൻ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ അത് ഡീറ്റെയിൽസ് മാത്രമാണ്. ലാസ്റ്റ് നന്നായിരുന്നു കേട്ടോ. ലാസ്റ്റ് എനിക്ക് ഇഷ്ടമായത് ആ കരഞ്ഞ പോർഷനൊന്നും അല്ല. കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇതങ്ങ് വളരെ സിമ്പിളായിരുന്നു. ആ ഒരു ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു എന്നുള്ളതും ആ ഭ്രഷ്ട് അറിഞ്ഞു എന്നുള്ളതും അത് കേട്ട് പിന്നെ കരച്ചിലില്ലാതെ വന്നത് നന്നായി. പിന്നെ അവിടെ കരയാൻ നിന്ന് കഴിഞ്ഞാൽ പോയി. പിന്നെ കരച്ചിലിനപ്പുറമാണത്. ഇറ്റ്സ് ഒരു ബ്ലാങ്കാണ് അവിടെ അവരുടെ അവസ്ഥ. അത് നന്നായിരുന്നു. ലാസ്റ്റ് ഗംഭീരമായിരുന്നു. ഒരു പ്ലെയിൻ ലുക്കും ഇതെല്ലാം ഒക്കെ നന്നായിരുന്നു കേട്ടോ. ആ ഊരി വെച്ചതും എല്ലാം നന്നായിരുന്നു. അപ്പോൾ ആ സ്വത്തുക്കളും എല്ലാം അവിടെ ഉപേക്ഷിച്ചു. ആ മറക്കൊട പോലും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വന്ന അത് എൻഡിങ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ് ബിനു. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു ബിനു. നന്നായി ചെയ്തു ബിനു. ഇറ്റ് വാസ് വെരി നൈസ്. നന്നായി ചെയ്തു കേട്ടോ. ബിനുവിലെ പെർഫോമൻസ് വളരെയധികം മാറ്റമുണ്ട്. യു ഹാവ് ലൈക്ക് ട്രാവൽ മൈൽസ്. ഓക്കെ, ഇനി നമുക്കൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതിലോട്ടായിരിക്കണം നമ്മുടെ യാത്ര. ബിനു എന്ന കണ്ടസ്റ്റന്റിനോടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. പക്ഷെ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഫൈനലിൽ കാണാൻ പോകുന്ന എൻ്റെ കണ്ടസ്റ്റന്റാണ്. ഓക്കെ, സോ അതിലോട്ട് വേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ബിനുവിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ബിനു ഒരു ഗ്രേറ്റ് പെർഫോമറാണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പെർഫോമറാണ്. ഒരു കാര്യം മാത്രം ബിനു ഒന്ന് ശ്രദ്ധിക്കണം. ബിനു കുറച്ചുകൂടെ ഒന്നില്ലെങ്കിൽ ആ കഥാപാത്രത്തിലോട്ട് കുറച്ചുകൂടെ ഇത്തിരി കൂടെ പോകാനുണ്ട്, ഇറങ്ങാനുണ്ട്. അല്ലെങ്കിൽ ആ കഥാപാത്രം ബിനുവിലോട്ട് കുറച്ചുകൂടെ കയറാനുണ്ട്. അത് ബിനു ചെയ്യണം. അത് ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ കഥാപാത്രം നമ്മളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ എവിടെയൊക്കെ പോസ് വേണം, എവിടെയൊക്കെ സൈലൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ആ കഥാപാത്രം നൽകുന്ന സൈലൻസ് ആണത്. ബിനുവിന് ചിലപ്പോൾ അവിടെ സൈലൻസ് വേണ്ടി വരില്ല, പക്ഷെ ആ കഥാപാത്രത്തിന് ആവശ്യമാണ് അല്ലേ? കാരണം എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എവിടെയാണ് അറിയാം, സ്പെഷ്യലി ആ മാമ്പഴം കഴിക്കുമ്പോഴും. ആ മാമ്പഴം കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് തോന്നണം. അത് ബിനു കഴിക്കുന്ന ആ ഒരു എക്സ്പ്രഷനിലൂടെയാണ് കിട്ടേണ്ടത്. അതുപോലെ ആ ബാല്യം ഓർമ്മ വരുമ്പോൾ ആൻറ്റീനെ കൂട്ടുപോകൂ കണ്ണ എന്ന് പറയില്ലേ ആ സമയത്ത്. പിന്നെ കോളാമ്പി പൂക്കൾ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റൊക്കെ വരണ്ടല്ലോ. ഇപ്പോൾ മുരളിച്ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യം തന്നെ ഞാൻ പ്രിസൈസായിട്ട് പറയണമെന്നേ ഉള്ളൂ. വാശിയായിരുന്നു, എനിക്ക് എല്ലാവരോടും വാശിയായിരുന്നു, സൗന്ദര്യം കൊണ്ടുള്ള വാശി തീർക്കുകയായിരുന്നു ഞാൻ എന്ന് പറയുമ്പോൾ വെഞ്ചൻസ് ആണ് ഈ കഥാപാത്രത്തിന്. ധാത്രിക്ക് വല്ലാത്ത ഒരു അറഗൻസ് കളർന്ന ഒരു എന്താ പറയുക ദേഷ്യമായിരുന്നു അല്ലേ? അത് ബിനുവിന് വരണം, എന്നാലല്ലേ അത് ബിനുവിലെ ധാത്രിക്ക് വരുള്ളൂ അല്ലേ? പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ബിനു കുറച്ചുകൂടെ ഒന്ന് കഥാപാത്രം ശരിക്കും മനസ്സിലാക്കുകയും റിഹേഴ്സൽ ചെയ്താൽ പോലും കണ്ണാടി നോക്കി മനസ്സിലാക്കുക, കഥാപാത്രം മനസ്സിലാക്കുക, കഥാപാത്രത്തെ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെ ഷിഫ്റ്റ്, അതിനാവശ്യമുള്ള സൈലൻസ്, പോസ് എന്ന് ഞാനവിടെ രണ്ട് വർഷം ലൈനിട്ട് വെച്ചിട്ടുണ്ട്. പോസ് വരേണ്ട സ്ഥലത്ത് പോസ് വരണം. ബിനു ഒന്ന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യൂ. ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ പെർഫോമൻസ്, ഐ വോണ്ട് ടു സീ യു ബിഹേവ്. ഓക്കെ, ഐ ജസ്റ്റ് വോണ്ട് ടു സീ യു ബിഹേവ്. അത്രേ ഉള്ളൂ. ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കഥകളി പദങ്ങൾ രണ്ടും കലക്കി കേട്ടോ. എക്സലന്റ്. സ്പെഷ്യലി ആദ്യത്തെ പദം ആരാ പാടിയേ? അത് തൃപ്പൂണിത്തുറയിലുള്ള രഞ്ജിത്ത്. പ്ലീസ് പ്രത്യേകം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗംഭീരായിരുന്നു. സ്റ്റുഡിയോയിൽ വന്ന് പാടി തന്നത്. അതെ ഗംഭീരമായിട്ട് പാടി. എന്തൊരു വളരെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ഒരു സൂതിങ് എഫക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുക. പൊട്ടുമാറ്റിയ കാര്യം, പ്രോപ്പർട്ടീസ് ഒന്നുമില്ലാതെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ തീർച്ചയായിട്ടും ഹൈലൈറ്റ് ആയിരുന്നു ആ കഥകളി കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം, ആ ആസ്വാദനം അല്ലേ?
അത് വളരെ വളരെ നന്നായിരുന്നു. സോ യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ അത് ത്രൂ ഔട്ട് ആയിട്ട് ചെയ്യണം. ഐ ലവ് യു സോ മച്ച്. പ്ലീസ് ഡു വെൽ. തീർച്ചയായും ഞാൻ പരമാവധി നന്നാക്കാൻ നോക്കാം. ചെയ്യണം. എന്നെ ഹെൽപ്പ് ചെയ്ത് സ്നേഹ മനോന്നുണ്ട് 2 കുട്ടികളാണ് ശങ്കര കാലടിയിൽ. അവരോട് വളരെ നന്ദിയുണ്ട് എനിക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബിനു പറയാനുള്ളതൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് ഒരാളുടെ മുഖത്ത് നോക്കി നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒരാളോടും. അങ്ങനെ തന്നെ വളരെ മോശപ്പെട്ട ഒരുപാട് സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളും കൂടിയാണ് ഞാൻ മലയാള സിനിമയിൽ. അത് പകുതിയും എനിക്കിഷ്ടപ്പെടാതെ പോയി ചെയ്യുന്ന വെച്ചാൽ അവരുടെ അടുത്ത് നോ പറയാൻ പറ്റാതെ അവരൊരുപാട് നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും എൻ്റെ പ്രശ്നമാണ് മറ്റേത് ഈ സിനിമ ചെയ്തില്ലെങ്കിൽ എനിക്ക് അങ്ങനെയായിപ്പോൾ ഇങ്ങനെയായിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ വെച്ചിട്ട് നോ പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പഠിച്ച് ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിനകത്തൊരു ചെറിയ കുറ്റം പോലും ഉണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ അതിനകത്തുള്ളത് ശരിക്കും 100% സിൻസിയറായിട്ട് മുരളിയും പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണിമയും പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇത്ര നന്നായിട്ട് അത് ചെയ്യാൻ പറ്റിയത്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. പിന്നെ മുരളി പറഞ്ഞ ഒരുപാട് പോർഷൻസ് കറക്റ്റായിരുന്നു. ആ സ്ഥലം ചെയ്തപ്പോൾ കരഞ്ഞത് കുറച്ച് ആർട്ടിഫിഷ്യലായെന്ന് തോന്നിയത്, പിന്നെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ആ പാട്ട് പാടിയത് ആരായാലും ഭയങ്കര ഇമോഷനായിരുന്നു. പെട്ടെന്നൊരു നമ്മളുടെ ഒരു ഇമോഷൻ ഇത് ചെയ്യുന്നുണ്ട് ആ പാട്ട്. അത് വളരെയധികം ഇതായിരുന്നു. ചില സ്ഥലത്ത് അഭിനയിക്കുന്ന പോലെ തോന്നി, അതില്ലാതെ കുറച്ചുകൂടി ബിഹേവ് ചെയ്യുന്ന പോലെയാണെങ്കിൽ വളരെ നന്നായിരിക്കും തോന്നി. എല്ലാം കൊണ്ടും അസലായി കേട്ടോ, വളരെ നന്നായി. താങ്ക് യു സർ.